ഇനി എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഞാൻ ശമ്പളം കൊടുക്കത്തില്ല, ഇനി എക്സ്പെൻസ് കുറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്റ്റാഫിനൊന്നും ഞാൻ ശമ്പളം കൊടുക്കത്തില്ല, ഇൻക്രിമെൻറ്റ് കൊന്നാൽ കൊടുക്കത്തില്ല, അവൻ പൈസ കുടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പറഞ്ഞു വിട്ട് ഞാൻ പുതിയൊരു ഫ്രഷറിനെ എടുക്കും. എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല, എക്സ്പെൻസുകളുടെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് റൈറ്റ് സ്ട്രാറ്റജി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റവന്യൂ ഇസ് ജസ്റ്റ് ദ വാനിറ്റി, പ്രോഫിറ്റ് ഇസ് ദ സാനിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ ഇസ് ദ റിയാലിറ്റി. വെറുതെ നമുക്ക് പറയാം, ഓക്കെ എൻ്റെ ബിസിനസ്സിൽ 10 കോടി ടേൺ ഓവർ ഉണ്ട്, എൻ്റെ ബിസിനസ്സിൽ 20 കോടി ടേൺ ഓവർ ഉണ്ട്. ഈ ടേൺ ഓവർ കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് ദ പ്രോഫിറ്റ്. നിങ്ങൾ എത്ര ടേൺ ഓവർ ഉണ്ടാക്കുന്നു എന്നുള്ളതിനകത്തല്ല റെലവൻസ് ഇരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനകത്താണ് റെലവൻസ്. നിങ്ങൾ മേ ബി ഓക്കെ ഒരു റീറ്റെയിലിൽ അല്ലെങ്കിൽ ഹോൾസെയിലിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയും, ഓക്കെ എനിക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്. നിങ്ങളുടെ 10 ടേൺ ഓവർ ചെയ്തിട്ട് ഒരു സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആൾ നിങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഫൗണ്ടേഷനാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊക്കെ മേ ബി ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. റവന്യൂ ഭയങ്കരമായിട്ട് കൂട്ടുന്നു, കുറേ ബ്രാഞ്ച് ഇടുന്നു, കുറേ സ്റ്റാഫ് എടുക്കുന്നു, കുറേ അവാർഡുകൾ, കുറേ റെക്കഗ്നിഷൻസ്, ഇൻ്റർവ്യൂ, ഈ മറ്റ് ചിലർ കെട്ടിപ്പൊക്കുന്ന ചീട്ട് കൊട്ടാരങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഈ അടച്ചുറപ്പുള്ള വീടിനെ നമ്മൾ സംശയിക്കരുത്. അത് വെറും എന്ത് മാത്രമാണ്, ചീട്ട് കൊട്ടാരങ്ങൾ മാത്രമാണ്. അതൊക്കെ ജസ്റ്റ് പുറമേ ഉള്ള ഷോ മാത്രമാണ്. വാട്ട് റിയലി മാറ്റേഴ്സ് ഇസ് യുവർ പ്രോഫിറ്റബിലിറ്റി. നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ എത്രത്തോളം പോസിറ്റീവാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, കസ്റ്റമേഴ്സ് എത്രത്തോളം ഹാപ്പിയാണ്, കസ്റ്റമേഴ്സിനെ എങ്ങനെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ വേണ്ടി ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലാഭമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവൻ ഇത്ര കൊല്ലം നമ്മുടെ കസ്റ്റമറിന് ലൈഫ് ടൈം വാല്യൂ കൂടണം, നമ്മുടെ കൂടെ അവൻ കണ്ടിന്യൂ ചെയ്യണം, കസ്റ്റമർ ലോയാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അന്നേരം ഇത് കൂട്ടാതെ ഓക്കെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുന്നു, ഫണ്ട് കുറേ അവിടുന്ന് ഇവിടുന്ന് ഫണ്ട് കൊണ്ടിരുന്നു, ആ ഫണ്ട് മുഴുവൻ മാർക്കറ്റിലോട്ട് ഇടുന്നു. മാർക്കറ്റിംഗ് കാണുമ്പോൾ എന്തുവാണ്, അവിടെ പരസ്യം, ഇവിടെ പരസ്യം, ഒരുപാട് റെക്കഗ്നിഷൻസ്, ഒരുപാട് അവാർഡുകൾ. ഇതിലല്ല കാര്യം ഇരിക്കുന്നത്. അന്നേരം അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഉറപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് എൻ്റെ റവന്യൂ കൂട്ടാനുള്ള ഒരു പരിപാടി മാത്രമാണോ അതോ എൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ക്യാഷ് ഫ്ലോയും ഉറപ്പ് വരുന്നുണ്ടോ. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിസിനസ്സിലെ ഓരോ എക്സ്പാൻഷൻ സ്ട്രാറ്റജീനെ കുറിച്ചും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഇനി അഗെയിൻ പ്രോഫിറ്റ് ഈസ് ദ സാനിറ്റി, പ്രോഫിറ്റ് മേക്സ് ദ സെൻസ്. നിങ്ങൾ റവന്യൂ കൂട്ടിയത് കൊണ്ട് കാര്യമില്ല, പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് റവന്യൂ കൂട്ടാം. റവന്യൂ കൂട്ടുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ബേസിക്കലി പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്തുവാണ്, റവന്യൂ മൈനസ് എക്സ്പെൻസ് ഈക്വൽസ് പ്രോഫിറ്റ്. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഈ പ്രോഫിറ്റ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഒന്നെങ്കിൽ റവന്യൂ കൂട്ടും അല്ലെങ്കിൽ എക്സ്പെൻസ് അങ്ങ് കുറയ്ക്കും. ഇത് രണ്ടുമല്ല റൈറ്റ് സ്ട്രാറ്റജി. കാരണം റവന്യൂ കൂട്ടുക എന്നുള്ളതല്ല, റവന്യൂ പ്രോഫിറ്റബിൾ ആയിട്ട് കൂട്ടുക. ഇനി എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല, ഓക്കെ ഞാൻ ശമ്പളം കൊടുക്കത്തില്ല, ഇനി എക്സ്പെൻസ് കുറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്റ്റാഫിനൊന്നും ഞാൻ ശമ്പളം കൊടുക്കത്തില്ല, ഇൻക്രിമെൻറ്റ് കൊന്നാൽ കൊടുക്കത്തില്ല, അവൻ പൈസ കുടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പറഞ്ഞു വിട്ട് ഞാൻ പുതിയൊരു ഫ്രഷറിനെ എടുക്കും. എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല, എക്സ്പെൻസുകളുടെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് റൈറ്റ് സ്ട്രാറ്റജി. എക്സ്പെൻസ് കുറച്ച് നമ്മളെപ്പോഴും എക്സ്പെൻസ് കുറയ്ക്കുന്നതിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് കൂട്ടുന്നതിനെ കുറിച്ച് മറന്നു പോകും. എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല, ആ എക്സ്പെൻസിനെ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട്, ആ എക്സ്പെൻസ് നമ്മുടെ ഓരോ എക്സ്പെൻസുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് കാണാൻ നമുക്ക് പഠിക്കണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ആ എക്സ്പെൻസിൽ നിന്നും ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് 10 ലീഡ് വരുന്ന സ്ഥാനത്ത് എനിക്ക് 20 ലീഡ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു സ്റ്റാഫിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെ എൻ്റെ ബിസിനസ്സിൽ അവൻ ജനറേറ്റ് ചെയ്യുന്ന വോളിയം, സെയിൽസ് വോളിയം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അതെങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ റൈറ്റ് സ്ട്രാറ്റജി. എക്സ്പെൻസ് കുറയ്ക്കുക, റവന്യൂ കൂട്ടുക എന്നുള്ളതല്ല, റവന്യൂ പ്രോഫിറ്റബിൾ ആയിട്ട് കൂട്ടുക. എക്സ്പെൻസുകളുടെ എഫിഷ്യൻസി, എക്സ്പെൻസുകളെ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് കാണുക, എക്സ്പെൻസുകളുടെ എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്യുക. ഇതാണ് പ്രോഫിറ്റിൻ്റെ റൈറ്റ് ഇക്വേഷൻ.